മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻസ് നമ്മളോടൊപ്പം പങ്കുവെക്കാനും ഒക്കെയായി ഇന്ന് നമ്മുടെ പതിവ് പോലെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖർ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. Morning viewers. സർ, പതിവ് പോലെ യുഎസ് വിപണിയിലേക്ക് സർ കേൾക്കാമോ? യെസ്, കേൾക്കാം സർ. പതിവ് പോലെ യുഎസ് വിപണിയിലേക്ക് തന്നെ നോക്കുമ്പോൾ ഇന്നലത്തേത് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലാണ് പ്രധാന സൂചികകളെല്ലാം തന്നെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡൗ ജോൺസ് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ S&P 500 അതിനോടൊപ്പം തന്നെ നാസ്ഡാക്ക് സൂചികയിലും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവനയിൽ ഇന്നലെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇനിയും കൂടുതൽ ഒരു റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കൽ വീണ്ടും ഡേറ്റയുടെയും അതിനോടൊപ്പം സമയത്തിന്റെയും ആവശ്യമുണ്ടെന്നും കൂടുതൽ കോഷ്യസ് ആയ സ്റ്റാൻഡ് തന്നെയായിരിക്കും ഫെഡ് തുടരുക എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ യുഎസ് വിപണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഇന്നത്തെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, ജെറോം പവൽ ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ ഒരു സർപ്രൈസസും ഇല്ല. നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ഞാൻ ഇന്നലെ ഇതേ ഫോർത്തിൽ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ 6 മാസത്തിൽ ഈ വർഷം ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് നിരക്ക് കുറയ്ക്കുമെന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ ലെവൽസ് വിൽ കണ്ടിന്യൂ ടു ഗോ അപ്പ്. രണ്ടാമത്തെ ഒരു വലിയൊരു പ്രോബ്ലം വിച്ച് എസ്പെഷ്യലി ഇന്ത്യ പോലെ ഒരു രാജ്യം ഫേസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ അടുത്ത കാലത്തൊന്നും കാണാത്തൊരു ചൂട് ഹീറ്റ് വേവ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇത് എങ്ങനെ നമ്മുടെ അഗ്രേറിയൻ സെക്ടറിനെ ബാധിക്കാൻ പോകുന്നു എന്ന് നമുക്ക് ആർക്കും ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. നമുക്കൊരു ഗസ് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഇതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഇറ്റ് വിൽ അഗെയിൻ ഇമ്പാക്ട് ഇൻഫ്ലേഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ ഒരു 6-7 മാസത്തിനിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് നിരക്ക് കുറയ്ക്കുമെന്ന്. ആൻഡ് കമ്മിങ് സ്പെസിഫിക്കലി ടു ദ ഡൗ ജോൺസ് ഇൻഡെക്സ് അനില പറഞ്ഞതുപോലെ നല്ല ഫ്ലാറ്റ് ആയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിൽ തിരിച്ച് നമുക്കൊരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 39,450 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി എന്ന് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 18,350, 18,350 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 300-400 പോയിന്റിന് നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ കമോഡിറ്റി മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് നോക്കുമ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഉയർന്ന ക്രൂഡ് വില സ്വാഭാവികമായിട്ടും ലോകത്തിലെ സെൻട്രൽ ബാങ്കുകളിലൊക്കെ അവരുടെ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന സമ്മർദ്ദം ചെലുത്തുന്നു എന്ന്. ഇന്നലത്തെ ഒരു ആഗോളതലത്തിലെ അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഉക്രൈനും റഷ്യയുമായിട്ടുള്ള ഒരു സംഘർഷം കൂടുതൽ വർദ്ധിക്കുന്നു, അതിനോടൊപ്പം മിഡിൽ ഈസ്റ്റ് വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്നടക്കമുള്ള അപ്ഡേറ്റ്സ് ഒക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ തുടർന്ന് ക്രൂഡ് വിലയിൽ വീണ്ടും നമുക്കൊരു മുന്നോട്ടേക്കുള്ളൊരു മൊമെന്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. WTI ക്രൂഡ് നിലവിൽ WTI ക്രൂഡ് ഫ്യൂച്ചേഴ്സ് നിലവിൽ 85.68 എന്നൊരു നിലവാരത്തിലും അതിനോടൊപ്പം തന്നെ ബ്രെന്റ് ഫ്യൂച്ചേഴ്സ് 89.6 എന്നൊരു നിലവാരത്തിലുമാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ കേസിൽ WTI ക്രൂഡ് ഞാൻ സംസാരിക്കുന്നത് അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്, ബട്ട് വെരി ഷോർട്ട് ടേം നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് സമയം ആയിക്കൊണ്ടിരിക്കുന്നു. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് വേണം ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇൻഫാക്ട് ക്രൂഡിന്റെ കേസിൽ ബ്രെന്റ് ക്രൂഡിന്റെ കേസിൽ 85.50 ആയിരിക്കാം നമ്മൾ ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ്. അറ്റ് ദ സെയിം ടൈം മുന്നേറുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്ന 2 ലെവൽസ് 87 അതിനെ തുടർന്ന് $88. സർ, സ്വർണത്തിലേക്ക് കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ ജെറോം പവലിന്റെ പ്രസ്താവനയെ തുടർന്ന് വലിയ തോതിൽ ഒരു മുന്നേറ്റം, വീണ്ടും ഒരു റെക്കോർഡുകൾ ഭേദിക്കുന്ന കാഴ്ച തന്നെയാണ് സ്വർണ്ണ വ്യാപാരത്തിൽ കാണാൻ സാധിക്കുന്നത്. നിലവിൽ സ്വർണം ട്രോയ് ഔൺസിന് 2318.85 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് ഈ നിമിഷം വരെ ഏകദേശം $2320 മുകളിലേക്കൊക്കെ വ്യാപാരം നടന്ന സമയങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗോൾഡിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിനുള്ള സമയമാണോ അതോ വീണ്ടും നേട്ടങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ? അല്ല, ആദ്യം തന്നെ ഒരു കറക്ഷൻ. എനിക്ക് തോന്നുന്നില്ല അത് ജെറോം പവലിന്റെ പ്രസ്താവനയെ തുടർന്നായിരുന്നു സ്വർണത്തിന്റെ വിലയിൽ ഇന്നലെ നമ്മൾ ഒരു കുതിപ്പ് കണ്ടതെന്ന്. ആക്ച്വലി നമ്മൾ സ്വർണത്തിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 14-ാം തീയതി ഫെബ്രുവരി മാസത്തിൽ $1996 സ്വർണത്തിന്റെ ബോട്ടമിംഗ് ഔട്ട് നമ്മൾ കണ്ടത്.
അതിനുശേഷം തുടർച്ചയായിട്ട് കാര്യമായിട്ട് ഒരു കറക്ഷനും പോലും ഇല്ലാതെ ഓൾമോസ്റ്റ് ഒരു 1.5 മാസമായിട്ട് നമുക്ക് സ്വർണത്തിന്റെ കേസിൽ വലിയ നേട്ടം കാണാൻ സാധിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ക്രൂഡ് ഓയിലിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ സ്വർണത്തിന്റെ ഔട്ട്ലുക്ക് ഇസ് ബിക്കമിങ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $2280 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. വീണ്ടും ഇന്ന് സ്വർണത്തിൽ ഒരു കുതിപ്പ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബി റെഡി ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. സർ, അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണെങ്കിൽ ഹൈലി വോളറ്റൈൽ ആയ ഒരു സെഷൻ ആയിരുന്നു ഇന്നലെ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ ഒരു വലിയൊരു ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ആണെങ്കിലും വലിയ തോതിൽ ഒരു ഗ്യാപ് ഡൗണിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ ആ ഒരു ഇടിവ് നേരിയ തോതിലെങ്കിലും നികത്താനും ഒരു ഫ്ലാറ്റിഷ് ടോണിൽ വ്യാപാരം അവസാനിപ്പിക്കാനും ആഭ്യന്തര വിപണിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 22,434.65 എന്നൊരു നിലവാരത്തിൽ 0.08% നേട്ടത്തോടു കൂടിയായി ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ആഭ്യന്തര വിപണിയുമായി ബന്ധപ്പെട്ട സെറിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇന്നത്തെ ഒരു വിപണിയിൽ സെർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അനില, ഞാൻ അടുത്ത കാലത്തൊന്നും ഇത്ര നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് നിഫ്റ്റി 50 കണ്ടിട്ടില്ല. നിഫ്റ്റി 50യുടെ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും എനിക്ക് മാർക്കറ്റിലുള്ള ഡെപ്ത് ആൻഡ് ബ്രെഡ്ത്ത് വളരെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് അടുത്ത 4-5 സെഷൻസിനിടെ സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ ഞാൻ നിഫ്റ്റി 50 ഒരു കുതിപ്പാണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50 അടുത്ത 3 മേജർ ടാർഗറ്റ്സ്, ആദ്യത്തെ 22,650, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 22,800 ആൻഡ് ലാസ്റ്റ്ലി 22,950. ഇതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രി, ലാർസൻ ആൻഡ് ടൂബ്രോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC, HDFC ബാങ്ക്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് മുതലായ ഏത് മേജർ നിഫ്റ്റി ഹെവി വെയിറ്റ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ബുള്ളിഷ്നെസ്സും ബുള്ളിഷ് സെറ്റപ്സും കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ ബാങ്കിങ് സൂചികയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ബാങ്കിങ് സൂചികയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാപാരം ആരംഭിച്ചത് വലിയൊരു ഗ്യാപ് ഡൗണോട് കൂടിയായിരുന്നു. പിന്നീട് നേരിയ തോതിൽ ആ ഒരു ഇടിവ് നികത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. നാളെ ഇപ്പോൾ RBIയുടെ ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു വലിസേർ നേരത്തെ സൂചിപ്പിച്ചതിൽ സർപ്രൈസുകളൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. റിപ്പോ റേറ്റ് 6.5% തന്നെ തുടരും എന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരു ഇൻഫ്ലേഷന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ 4.5% CPI ഇൻഫ്ലേഷൻ ആ ഒരു ലെവലിലേക്ക് കുറയും എന്നാണ് പല റിപ്പോർട്ടുകളും ഒക്കെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു നിലവിലത്തെ ഒരു കാലാവസ്ഥയൊക്കെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അഗ്രേറിയൻ സെക്ടറിൽ ഒരു സമ്മർദ്ദം രേഖപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് RBIയുടെ തീരുമാനങ്ങളോട് അല്ലെങ്കിൽ ഈ ഒരു റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട് സാർ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? അത് എങ്ങനെയായിരിക്കും ബാങ്കിങ് മേഖലയെ പ്രധാനമായിട്ടും ബാധിക്കാൻ സാധ്യതയുള്ളത്? സോ ബാങ്കിങ് മേഖല നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ അണ്ടർടോണും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഒത്തിരി റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുണ്ട്. ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 48,000 പോയിന്റും അതിനെ തുടർന്ന് 48,400 ആൻഡ് ഫൈനലി ഓൾ ടൈം ഹൈ 48,636. സോ അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും 47,200 പോയിന്റിൽ നമ്മൾ സപ്പോർട്ട് വാച്ച് ചെയ്തിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. സർ, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ ആദ്യമായി തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് APAR ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1.94% നേട്ടത്തോടെ 6,960 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ മാർച്ച് 26 രേഖപ്പെടുത്തിയ 7,400 രൂപയാണ്. APAR ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ സാർ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ APAR ഇൻഡസ്ട്രീസ് വളരെ സൈലന്റ് ആയിട്ട് മാർക്കറ്റിൽ നിഫ്റ്റി ഔട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്ക് APAR ഇൻഡസ്ട്രീസ്. ആൻഡ് കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടെ നല്ല നേട്ടം ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുമുണ്ട്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ആക്ച്വലി 52 വീക്ക് ഹൈ അല്ല, ഒരു ഓൾ ടൈം ഹൈ ലെവലിലോട്ടായിരുന്നു APAR എത്തിയത്. സോ ഒരു ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ നിന്നും ഇന്നത്തെ ട്രേഡിങ്ങിൽ ഒരു 7,025 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 200-300 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും.
അറ്റ് ദ സെയിം ടൈം അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 6775 രൂപയിൽ നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ് സർ. അതിനോടൊപ്പം തന്നെ ഹോട്ടൽ സെഗ്മെന്റിലുള്ള ഷാലറ്റ് ഹോട്ടൽസുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും വെക്കേഷൻ ടൈം ആണ്, ഈ ഒരു സമയത്ത് ധാരാളം ബുക്കിംഗ്സും ഒക്കെ ആയിട്ട് ഹോട്ടൽ മേഖല പൊതുവെ ഒരു ഉത്തേജനം കൂടി പ്രതീക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഷാലറ്റ് ഹോട്ടൽസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.71% ഇടിവിൽ 871.55 എന്നൊരു നിലവാരത്തിലാണ്. എന്നാൽ ഒരു ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ മാർച്ച് പകുതിയോടെ ഭൂരിഭാഗം ദിവസങ്ങളിലും ഒരു പോസിറ്റീവ് ടോണിൽ തന്നെയാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നും കാണാം. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ മാർച്ച് 28 രേഖപ്പെടുത്തി 958 രൂപയാണ്. ഷാലറ്റ് ഹോട്ടൽസുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിനുള്ള സമയമാണോ? സോ അഗൈൻ ഷാലറ്റ് ഹോട്ടലിന്റെ കേസിലും കഴിഞ്ഞ 4-5 ദിവസം മുൻപ് നമ്മൾ കണ്ട ഒരു ടോപ്പ് ലെവൽ ആക്ച്വലി 52 വീക്ക് ഹൈ അല്ല, ഇറ്റ്സ് എൻ ഓൾ ടൈം ഹൈ. സോ അതിനുശേഷം കഴിഞ്ഞ 4 സെഷൻസിൽ വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പ്രോഫിറ്റ് ടേക്കിങ്ങിന്റെ ഒരു അവസാനത്തെ ഫേസിലോട്ട് എത്തിയിട്ടുണ്ട്. സോ അഗെയിൻ ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് പ്യുവർ ഒരു ട്രേഡിംഗ് സ്പെക്കുലേറ്റീവ് അവസരമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ആ ഒരു സ്പെക്കുലേറ്റീവ് ബുള്ളിഷ് ട്രെൻഡ് ട്രിഗർ ആകണമെങ്കിൽ 887 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50-60 റുപ്പീസിന് നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 860 റുപ്പീസിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സർ, അതിനോടൊപ്പം തന്നെ ജിയോ ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 357 രൂപ എന്ന നിലവാരത്തിൽ. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ അല്ലെങ്കിൽ ഹോൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ മാർച്ച് 12 രേഖപ്പെടുത്തിയ 374.5 എന്നൊരു നിലവാരത്തിലാണ്. അതിനുശേഷം വലിയ തോതിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പോലും ഭൂരിഭാഗം ദിവസങ്ങളിലും ഒരു പോസിറ്റീവ് ടോണിൽ തന്നെയാണ് വ്യാപാരവും അവസാനിപ്പിച്ചിരിക്കുന്നത്. ജിയോ ഫിന്നിൽ ഇപ്പോൾ ഒരു നിക്ഷേപകർ ഒരു ബൈയിങ് അവസരമുണ്ടോ? ഫ്രം എ ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് സെറ്റപ്പ് പെർഫോം ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ട്രേഡേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 360 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ 25 മുതൽ 40 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 350 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. സർ, അതിനോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. റിലയൻസ് ഇന്നലെ ഏകദേശം 1% ഇടിവിൽ 2944.95 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ മാർച്ച് 4 രേഖപ്പെടുത്തിയ 3024.9 എന്നതാണ്. ഈ ഒരു ഓഹരിയുടെ ഇപ്പോഴത്തെ ഒരു കറക്ഷൻ ഫേസിന് അവസാനമായിട്ടുണ്ടോ? ഇനി ഈ ഒരു നിക്ഷേപകൻ ഈ ഓഹരിയിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ആബ്സല്യൂട്ട്ലി. റിലയൻസ് ഇൻഡസ്ട്രീസും കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിലായിരുന്നു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ എത്തിയത്. അതിനെ തുടർന്ന് കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ഇറ്റ് ഈസ് ബീൻ അണ്ടർഗോയിങ് എ കറക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്, അറൌണ്ട് 2920 റുപ്പീസ്. എനിക്ക് തോന്നുന്നില്ല റിലയൻസ് ഇൻഡസ്ട്രീസ് 2920 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. സോ കറണ്ട് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2920 സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ സ്റ്റോക്കിൽ ഇന്നൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന 3 ടാർഗറ്റ്സ്: ആദ്യത്തെ 3000 രൂപ, അതിനെ തുടർന്ന് 3035 രൂപ, അതിനെ തുടർന്ന് 3070 രൂപ. സർ, അതിനോടൊപ്പം തന്നെ ഇൻഡസ് ടവേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 1.5% ഇടിവിൽ 300.3 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏപ്രിൽ 1 പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡസ് ടവേഴ്സുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്? ഇൻഡസ് ടവേഴ്സ് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബോട്ടം കാണാൻ സാധിച്ചത്. 2024 ജനുവരി മാസം മുതൽ സഡൻലി ഈ സ്റ്റോക്കിൽ ഒത്തിരി മൊമെന്റം, ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ 3 സെഷൻസിൽ വി ആർ സീയിങ് ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. ഇന്നത്തെ ട്രേഡിംഗിൽ ഒരു ട്രേഡിങ്ങിന് വേണ്ടി നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 309 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക.
ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 25-30 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് സംഗീത് സന്തോഷ് എന്ന പ്രേക്ഷകൻ ടാറ്റ എലക്സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 4% നേട്ടത്തിൽ 8012 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 50 ഹൈ നോക്കുകയാണെങ്കിൽ ഡിസംബറിൽ രേഖപ്പെടുത്തിയ 9200 രൂപയാണ്. ടാറ്റ എലക്സിയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ഈ ഓഹരിയിലെ ഒരു കറക്ഷനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ടോ? ആബ്സല്യൂട്ട്ലി. സോ ഡിസംബർ മാസത്തിൽ അറൌണ്ട് 9200 രൂപ എത്തിയതിനു ശേഷം ഓൾമോസ്റ്റ് ഒരു 3 മാസം നീണ്ടു നിന്ന ഒരു കറക്ഷൻ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് ഇന്നലത്തെ ആ ഒരു സ്ട്രോങ് ശക്തമായ ക്ലോസിനെ തുടർന്ന് നമുക്ക് കിട്ടുന്ന സിഗ്നൽ ഈ ഒരു കറക്ഷന്റെ ഫേസ് കഴിഞ്ഞു. സോ കറന്റ് ലെവൽസിൽ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ എടുക്കാം. ആൻഡ് കറന്റ് ലെവൽസിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 700 to 900 റുപ്പീസിന്റെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഫ്ലാൻ ഷാജി എന്ന പ്രേക്ഷകൻ അദാനി എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിൽ 1095 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 50 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 3 രേഖപ്പെടുത്തി 1250 രൂപയാണ്. അദാനി എനർജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? സോ അദാനി എനർജിയുടെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്, ബട്ട് ഒരു അണ്ടർടോൺ ബുള്ളിഷായി മാറുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ശക്തമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈങ് ഇൻട്രസ്റ്റ് കാണുമെങ്കിൽ 1150 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിൽ 100 മുതൽ 150 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ സന്തോഷ് ചീരൻ എന്ന പ്രേക്ഷകൻ ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയിൽ ഇന്നലെ 1% ഇടിവിൽ 179.85 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 50 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 26 രേഖപ്പെടുത്തിയ 267.55 എന്നതാണ്. ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു വിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ടൂറിസം ഫിനാൻസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് മറ്റ് പല സ്മോൾ ക്യാപ് സ്റ്റോക്സിലെ കണ്ട കറക്ഷന്റെ കൂടെ തന്നെ TFCIയിലും നമുക്ക് നല്ലൊരു കറക്ഷൻ കാണാനിടയായി. ആൻഡ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു കറക്ഷൻ ഫേസിന്റെ അവസാനത്തെ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞു. സോ അറ്റ് ദ മൊമെന്റ് ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിലും ഇതൊരു തിരിച്ച് ബുള്ളിഷ്നെസ്സിലോട്ട് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 205 രൂപ. 205 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 155 രൂപ. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് CG പവർ, അരുൺ എന്ന പ്രേക്ഷകൻ CG പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% ഇടിവിൽ 510.35 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർച്ച് 27 ഒരു പുതിയ 50 ഹൈ നിലവാരമായ 556.4 എന്നതിലേക്ക് എത്തിയിട്ടുമുണ്ടായിരുന്നു. CG പവറുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? CG പവറിൽ നോക്കുമ്പോഴേക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ദിസ് അഗൈൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സ്റ്റോക്കിന്റെ അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് സ്റ്റോക്ക് കഴിഞ്ഞ 4 സെഷൻസിൽ ഒരു കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സോ ഈ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട് ഏരിയാസ്. ആദ്യത്തെ 485, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 465. സുമേഷ് എന്ന പ്രേക്ഷകൻ ആസാദ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% ഇടിവിൽ 1322 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 50 ഹൈ നോക്കുകയാണെങ്കിൽ മാർച്ച് 5 രേഖപ്പെടുത്തിയ 1465 രൂപയുമാണ്. ആസാദ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ ആസാദ് എഞ്ചിനീയറിംഗ് അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇൻഫാക്ട് കഴിഞ്ഞ ഡിസംബർ മാസമായിരുന്നു ലിസ്റ്റ് ചെയ്തത്. ആൻഡ് സ്റ്റോക്ക് ലിസ്റ്റിങ്ങിന് ശേഷം നല്ല നേട്ടം ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുമുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 1440 രൂപയിലാണ്. അത് ബ്രേക്ക് ചെയ്യാൻ സ്റ്റോക്ക് കുറച്ച് ബുദ്ധിമുട്ടും. ആൻഡ് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1270 രൂപയിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക.
പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് ഒരു അവസരം കാണുന്നില്ല. അനൂപ് എന്ന പ്രേക്ഷകൻ ക്യൂപിഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.93% ഇടിവിൽ 2332 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 50 ഹൈ നോക്കുകയാണെങ്കിൽ മാർച്ച് 1 തീയതി രേഖപ്പെടുത്തിയ 2800 രൂപയാണ്. ക്യൂപിഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? സോ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. പല ദിവസങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റോക്ക് അധികം വോള്യൂം ഇല്ലാതെ അപ്പർ സർക്യൂട്ട് അതല്ലെങ്കിൽ ലോവർ സർക്യൂട്ടിലെ ട്രേഡിംഗ് നടത്തി വരുന്നത്. ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ ട്രേഡിംഗ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് 2500 രൂപ, ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2800 രൂപയിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സർ, അമീർ അഹമ്മദ് എന്ന പ്രേക്ഷകൻ HDFCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 1484.5 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 വീക്ക് ഹൈ ജൂലൈയിൽ രേഖപ്പെടുത്തി, കഴിഞ്ഞ വർഷം ജൂലൈയിൽ രേഖപ്പെടുത്തി 1750.5 HDFCയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ HDFC ബാങ്ക് കഴിഞ്ഞ 5-8 മാസങ്ങളായിട്ട് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു. ഞാൻ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ദാറ്റ് എൻറ്റയർ ബാങ്കിങ് സ്പേസിലെ ലാർജ് ക്യാപ്സിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റോക്ക് HDFC ബാങ്ക് ആണ്. ആൻഡ് ഇത് അതിനുശേഷം ഒട്ടും ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. വളരെ സ്പീഡിലല്ലെങ്കിലും ഗ്രാജുവലായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കറണ്ട് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1540 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. നിഖിൽ VP എന്ന പ്രേക്ഷകൻ ഹിന്ദുസ്ഥാൻ കോപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% നേട്ടത്തിൽ 311.25 എന്ന നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഒരു പുതിയ 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 314.3 ഏതാണ്ട് അതിനടുത്ത് നിന്നാണ് ക്ലോസും ചെയ്തിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ കോപ്പറുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ഹിന്ദുസ്ഥാൻ കോപ്പറിൽ നമ്മൾ 3 ദിവസം മുൻപ് വളരെ സ്ട്രോങ് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടിരുന്നു. ആൻഡ് വിത്ത് ദാറ്റ് ഓൺഗോയിങ് കറക്ഷൻ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് നമ്മൾ കണ്ട കറക്ഷൻ്റെ അവസാനത്തെ ഫേസിലോട്ടായെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് കറണ്ട് ലെവൽസിൽ എടുക്കാതെ ഇരിക്കുക. സ്റ്റോക്കിന് ഈ ലെവൽസിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 25 to 40 റുപ്പീസ് നേട്ടം നമുക്ക് നൽകാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ സാർത്ഥക് എന്നൊരു പ്രേക്ഷകൻ ക്രെഡോ ബ്രാൻഡ്സ് മാർക്കറ്റിംഗ് ലിമിറ്റഡ് അഥവാ മഫ്റ്റി എന്ന ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 6% നേട്ടത്തിൽ 198 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഡിസംബർ 27 തീയതി രേഖപ്പെടുത്തിയ 324.8 ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ക്രെഡോ ബ്രാൻഡ്സ് അഗൈൻ ഡിസംബർ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ലിസ്റ്റിംഗിന് ശേഷം തുടർച്ചയായിട്ട് ഈ ഒരു സ്റ്റോക്ക് സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുമുണ്ട്. ബട്ട് കഴിഞ്ഞ 3 സെഷൻസിലെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ബോട്ടമിങ് ഔട്ട് കണ്ടു കഴിഞ്ഞു. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് 220. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 265 രൂപയിൽ. സർ, മറ്റൊരു പ്രേക്ഷകൻ ഫെഡ്ഫിനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1%-ലധികം നേട്ടത്തിൽ 124.5 എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് ഡിസംബർ 15 രേഖപ്പെടുത്തിയ 153.6 ഫെഡ്ഫിനയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഫെഡ്ഫിന സെയിം സ്റ്റോറി. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം കനത്ത സെല്ലിംഗ് നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു ഫെഡ്ഫിന. ഈ സ്റ്റോക്കും ബോട്ടം ഔട്ട് ചെയ്തു എന്ന് നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. 135, 142, 150 ഈ 3 ലെവൽസ് ആയിരിക്കും റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്.
യെസ് സർ, മറ്റൊരു പ്രേക്ഷകനായ മധു ചോദിച്ചിരിക്കുന്നത് ബജാജ് ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ്. ബജാജ് ഫൈനാൻസിനെ സംബന്ധിച്ച് സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ നിഫ്റ്റി 50യെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഷെയർ ചെയ്തിരുന്നു. ആൻഡ് ആ ഒരു ബേസിസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ വിട്ടുപോയ ഒരു മേജർ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ആയിരുന്നു. സോ ബജാജ് ഫിനാൻസിൻ്റെ കേസിലും ഒത്തിരി ദിവസത്തെ കറക്ഷന് ശേഷം വളരെ സ്ട്രോങ് ഒരു ബുള്ളിഷ് അസറ്റ് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഇതൊരു ട്രേഡിംഗ് സ്പെക്കുലേഷന് വേണ്ടി മാത്രമല്ല, ഈവൻ ഫ്രം ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവ് ദിസ് ഇസ് എ ഫാന്റാസ്റ്റിക് സ്റ്റോക്ക് ടു ഹാവ് ഇൻ ദ പോർട്ട്ഫോളിയോ. സ്റ്റോക്കിന്റെ 3 മേജർ റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 7450, 7650, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 7900 രൂപയും. സാർ, അതിനോടൊപ്പം തന്നെ ബജാജ് ഫിൻസർവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? സോ ബജാജ് ഫിൻസർവിന്റെ കേസിൽ ബജാജ് ഫിനാൻസിനെ അപേക്ഷിച്ച് ഒരു അല്പം ഫ്ലാറ്റിഷ് അണ്ടർടോണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബുള്ളിഷ് മൊമെന്റം കാണുമെങ്കിൽ 6680 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ, ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ അവസാനിക്കാറായി. അവസാനമായിട്ട് അമൽ ഷാജൻ എന്ന പ്രേക്ഷകൻ ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്, അത് കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? സോ ടാറ്റ മോട്ടോഴ്സിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1065 രൂപയില. മൈ എക്സ്പെക്ടേഷൻ ഈ ഒരു റെസിസ്റ്റൻസ് താമസിക്കാതെ തന്നെ ബ്രേക്ക് ചെയ്യപ്പെടും. ഓൺലി പ്രോബ്ലം ഇസ് ദാറ്റ് കറന്റ് ലെവൽസിൽ എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സർ, ഏതായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാം അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. കഴിവതും ക്വയറീസ് ഈ സെഷനിൽ തന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഏതായാലും കൂടുതൽ മാർക്കറ്റ്സിന്റെ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ എക്സ്പെക്ടേഷൻസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.